മഞ്ജുചേച്ചി എങ്ങനെയുണ്ട് പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ? ഇങ്ങോട്ട് നോക്കി എന്റെ അടുത്ത ആളാരായിരിക്കും നോക്കിക്കേ. ആവശ്യമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു എന്താ പറയാ സ്റ്റെപ്പുകളും ആ ഉഷാറ് കരാട്ടെ. നമ്മുടെ ഈ മലയാള സിനിമയിൽ കരാട്ടെ എന്ന് പറയുന്ന കലാരൂപം തന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത് പോലും ബാബുച്ചേട്ടൻ വന്നിട്ടാണ്. എങ്ങനെയാണ് എന്താണ് ഫൈറ്റ് മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഇത്ര പൊക്കവും ഇതൊക്കെ ഉള്ള ഒരാൾ നിറഞ്ഞു നിന്ന് ചെയ്യുന്നത് നമ്മൾ ആസ്വദിച്ചതാണ് മലയാളികൾ. അപ്പോൾ വീണ്ടും അങ്ങനെ ഒന്ന് കാണാനുള്ളൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ് നമ്മുടെ ബാഡ് ബോയ്സിലൂടെ. ഗംഭീരായിരുന്നു കേട്ടോ, തകർത്ത് കളഞ്ഞു. ഓണസദ്യയാണ്. അപ്പൊ ഞങ്ങൾ ഈ ഓണസദ്യ കഴിക്കാൻ പോകണം കേട്ടോ. ഗംഭീര ഈ പണ്ട് ഇപ്പൊ തിയേറ്ററിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കയ്യടിയൊക്കെ ഉണ്ടല്ലോ ഓരോ സീനുകളൊക്കെ. പണ്ട് അന്ന് ഈ തിയേറ്ററിൽ ഇങ്ങനെ പടം പോയി അങ്ങനെ കാണാറുണ്ടോ? ആദ്യത്തെ ദിവസമൊക്കെ തന്നെ അപ്പൊ അപ്പോഴത്തെ ഓഡിയൻസ് ഇപ്പോഴത്തെ ഓഡിയൻസ് എന്താ? ഓഡിയൻസ് എപ്പോഴും സെയിം തന്നെയാണ്. അങ്ങനൊരു ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല സീൻ തന്നെ ഓഡിയൻസ് കൈയടിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമ വന്നാലും ഓടും. അത് പണ്ടും ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നു. അതേ റെസ്പോൺസാണ് തിയേറ്ററിൽ എപ്പോഴും. ആ ആരവും കൈയടിയൊക്കെ ഉണ്ട്. ചേട്ടന് കണ്ട ഏത് പടത്തിനാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഇങ്ങനെ നേരിട്ട് കണ്ട റെസ്പോൺസ്? തീർച്ചയായിട്ടും ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ച എല്ലാ പടത്തിലും ഉണ്ടായിരുന്നു. അതായത് ചന്ത, കടൽ, രാജ, ഭരണകൂടം ഒക്കെ തിയേറ്ററിൽ പൊളിച്ച് കൈയടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് സപ്പോർട്ടിങ് ആക്ടറായിട്ട് ചെയ്ത പടം പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ, പിന്നെ ഇടുക്കി ഗോൾഡ്, കായംകുളം കൊച്ചുണ്ണി, നമ്മുടെ RDX ഒക്കെ ഇതുപോലെ കൈയടി ഉണ്ടായിരുന്നു. തിയേറ്ററിൽ നല്ല റെസ്പോൺസ്. അതിൽ ഏറ്റവും കൂടുതൽ തോന്നിയത് ഏത് പടത്തിനാണ്? ഈ ഓണത്തിന് ഇവരെ മാനേജ് ചെയ്യാനും ഇവരുടെ ഫിനാൻഷ്യൽ ഇതും എല്ലാം കൂടെ അല്ല ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകുമെന്ന് അറിയാം. പക്ഷെ എബ്രഹാം മാത്യു സർ അതൊന്നും അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ഒരാളല്ല. സിനിമയുടെ കാര്യത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും സാറിവിടെ ഇരിപ്പുണ്ട്. സാറൊന്ന് പറഞ്ഞു നമ്മളിവിടെ ഹാപ്പി ആയിട്ട് ഓണത്തിന് ഇറക്കാമെന്നുള്ളത് നമ്മൾ പൂജ ചെയ്തോ അന്ന് നമ്മൾ തീരുമാനിച്ചാണ് ഈ പടം ഓണത്തിന് ഇറക്കാമെന്നുള്ളത്. പക്ഷേ ഇതൊരു ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ഒരു 30 ആർട്ടിസ്റ്റിനെ എല്ലാവരും ഒരേപോലെ ലെവലിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ലെവലിൽ കോർഡിനേറ്റ് ചെയ്ത് പറഞ്ഞ സമയത്തുള്ളിൽ ഷൂട്ട് തീർക്കുക, ഇവർക്ക് വല്ലതും മാച്ചിങ് അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ജൂലൈ മിഡിലാണ് ഷൂട്ട് കഴിഞ്ഞത്. ഉള്ളി നമുക്ക് 40 ദിവസമേ കിട്ടിയുള്ളൂ പോസ്റ്റ് പ്രൊഡക്ഷൻ. ഈ 40 ദിവസം ഇതിൻ്റെ ടെക്നീഷ്യൻ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുക. അവർക്കാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആർട്ടിസ്റ്റിനെ കൂടെ തന്നെ. പക്ഷേ എല്ലാവരും ഒരുപോലെ ഇന്നലെ ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ കുഞ്ഞുകുട്ടി ആപാലപ്പെടുത്തം ആൾക്കാർ ഇതിനകത്ത് സഹകരിച്ചു. എല്ലാവരും അകമഴിഞ്ഞ് ഇതിനകത്ത് സഹകരിച്ചു, ഹെൽപ്പ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് പൈസയുടെ നമ്മൾ നോക്കിയില്ല, നമ്മൾ ബഡ്ജറ്റ് ഇട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒമർ കൊണ്ടുവന്ന ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു. ആ ബഡ്ജറ്റിനകത്തൊക്കെ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ ഇരട്ടി ബഡ്ജറ്റ് ഒമർ പറഞ്ഞ ബഡ്ജറ്റിൻ്റെ എക്സാക്ട്ലി ഇരട്ടിയായി. പക്ഷേ നമ്മൾ ബഡ്ജറ്റ് നോക്കിയത് ഇറങ്ങത്തില്ല. നമ്മൾ എല്ലാവരുടെയും കാര്യം വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും എപ്പോഴും അങ്ങോട്ട് മെസ്സേജ് അയക്കുകയും കാര്യങ്ങൾ